സുഹൃത്തുക്കളെ, ലോകത്തിന്റെ അറ്റത്ത് ഐസിന്റെ നിശബ്ദതയിൽ ഒരു അത്ഭുതം നമ്മളെ കാത്തിരിക്കുന്നു. മണവാട്ടിയുടെ വേഷം പോലെ തിളങ്ങുന്ന ബ്രിഡേൽ കേവ്, അതിനു ചുറ്റും സമുദ്രത്തിന്റെ രാജാക്കന്മാർ, തിമിംഗലങ്ങൾ. ഇതൊരു യാത്രയായിരുന്നില്ല, ഇതൊരു അനുഭവം, ഒരു മഹാ അത്ഭുതം. വെൽക്കം ടു മൈ അന്റാർട്ടിക്ക എപ്പിസോഡ് 8 വിത്ത് ദി വെയിൽസ്. ഞാൻ നിങ്ങളുടെ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ അന്റാർട്ടിക്ക ട്രിപ്പുമായി ബന്ധപ്പെട്ട 8ാമത്തെ എപ്പിസോഡ്. എൻ്റെ അന്റാർട്ടിക്കൻ യാത്രയുമായി ബന്ധപ്പെട്ട 7ാമത്തെ എപ്പിസോഡിൻ്റെ തുടർ ഭാഗം അതാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ബ്രിഡേൽ കേവ് ഗുഹയിൽ, അതായത് പ്രകൃതി തന്നെ ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന, അതിൽ കാവലിരിക്കുന്ന ആ ഗുഹയ്ക്കുള്ളിൽ ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞു. ഏകദേശം മധ്യഭാഗത്ത് ഞാൻ എത്തി. ഇപ്പോൾ ഇനിയും നമുക്ക് തുടർച്ചയായി കാണാൻ സാധിക്കുന്നത് തിമിംഗലങ്ങളുടെ കൂട്ടത്തെയാണ്. കാരണം ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തിമിംഗലങ്ങൾ ഉള്ളതായിട്ടാണ് ഗൈഡ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഒരു ഐസ്ബർഗിൻ്റെ മുകളിൽ അതാ ഒരു ജീവൻ, ഒരു സീൽ, മഞ്ഞുകട്ടയുടെ മുകളിൽ രാജാവിനെ പോലെ ഞങ്ങളെ നോക്കി ഈ ലോകം തന്നെ അതിൻ്റേതാണെന്ന പോലെ ഒരു രാജാവിനെ പോലെ വീക്ഷിക്കുന്നു. ഞങ്ങൾ സോഡിയാക് ബോട്ടുകൾ അതിന് അരിയിലേക്ക് ചെന്ന് അടുത്ത് കാണാൻ വേണ്ടി, എന്നെപ്പോലെ തന്നെ മറ്റു ബോട്ടുകളും അതിൻ്റെ സൈഡിലേക്ക് എത്തി. പൂർണ്ണ ശാന്തതയിൽ ഈ തണുത്ത ലോകത്തെ അതിൻ്റെ സ്വന്തം വീട് പോലെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളെ നോക്കി ശാന്തമായി വിശ്രമിക്കുന്നു. ഇവകളുടെ പ്രധാന ഭക്ഷണം പെൻഗ്വിനുകളാണ്. പക്ഷേ ഇത് എല്ലായ്പ്പോഴും വേട്ടയാടുകയില്ല. ഇതിനരികിലൂടെ പെൻഗ്വിനുകൾ വന്നാലും വിശപ്പുണ്ടെങ്കിൽ മാത്രം അവയെ വേട്ടയാടി കഴിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ശാന്തമായി അവയെ നോക്കിക്കിടക്കേ ഉള്ളൂ. ഇവരൊക്കെയാണ് അന്റാർട്ടിക്കയുടെ യഥാർത്ഥ ഉടമകൾ. ഒരു കാരണവശാലും ഇവരെ ശല്യപ്പെടുത്താൻ പാടില്ല. അടുത്തേക്ക് പോകാനോ മനുഷ്യ ശബ്ദം കൊണ്ടോ അവയെ അലട്ടാനോ ഒന്നും പാടില്ല. ഒരു കാരണവശാലും അവയെ ശല്യപ്പെടുത്തരുത്. കാരണം ഇത് അവരുടെ ലോകമാണ്. നാം വെറും അതിഥികൾ മാത്രം ഇവിടെ. അതേ തുടർന്ന് ഞങ്ങളെ കാത്തിരുന്നത് ഏറ്റവും വിചിത്രമായ അത്ഭുതങ്ങൾ കടന്ന ഒരു കാഴ്ചയായിരുന്നു. തിമിംഗലങ്ങൾ. സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വെള്ളത്തിൻ്റെ മേൽ ഒരു നിമിഷം പ്രത്യക്ഷപ്പെടുന്ന ഈ മഹത്തായ ജീവികൾ. ആ കാഴ്ച വാക്കുകൾക്ക് അതീതമായിരുന്നു. അന്റാർട്ടിക്കയുടെ ഈ തണുത്ത സമുദ്രങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജീവികൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. തിമിംഗലങ്ങൾ. ഇവയിൽ പലതരം സ്പീഷീസുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഹംബർഗ് വെയിൽ, മിൻക് വെയിൽ, ഓർക്ക വെയിൽ എന്നിവയാണ് ഈ പല തരത്തിലുള്ളവ. തണുപ്പിനെ അതിജീവിക്കാൻ ഇവയുടെ ശരീരത്തിൽ കട്ടിയുള്ള കൊഴുപ്പ് പാളി, അല്ലെങ്കിൽ ബ്ലബ്ബർ എന്നാണ് അത് പറയുന്നത്, അതുണ്ടായിരിക്കും. ഇവകൾ ഇവിടെ എത്തുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്: ഇവയുടെ ഭക്ഷണം. ഈ തണുത്ത വെള്ളങ്ങളിൽ ക്രിൽ എന്ന ചെറിയ ജീവികൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് തിമിംഗലങ്ങൾ ഈ പ്രദേശത്തെ തിരഞ്ഞെടുക്കുന്നത്. വലിയ ശരീരമുണ്ടായിട്ടും അവയുടെ നീക്കം അത്രയും സുന്ദരമാണ്. വെള്ളം കീറി ഉയർന്ന് ഒരു നിമിഷം നമ്മളെ കാണിച്ച് വീണ്ടും ആഴങ്ങളിലേക്ക് മറയും. ചിലപ്പോൾ അവയുടെ വാൽ ഉയർത്തി ആകാശത്തേക്ക് വിട പറയുന്ന പോലെ, ടാറ്റ കാണിക്കുന്ന പോലെ കാണിക്കും. ആ കാഴ്ച ഹൃദയം നിറയ്ക്കുന്ന ഒന്നാണ്. മനുഷ്യനും പ്രകൃതിയും ഒരേ ഫ്രെയിമിൽ. ഇത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും നമുക്ക്. ഇവിടെ മനുഷ്യർ വെറും ഒരു സാക്ഷി മാത്രം. പ്രകൃതി അതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ. പ്രകൃതി ഇവിടെ ഒരു ശില്പിയാണ്. മനുഷ്യൻ ഒരിക്കലും ആവർത്തിക്കാൻ കഴിയാത്ത കലാസൃഷ്ടികൾ ഇവിടെ ഓരോ നിമിഷവും രൂപം കൊള്ളുന്നു. ഇതിനിടയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഞങ്ങളെ നയിക്കുന്ന ഗൈഡ് കൂടുതൽ ഈ സ്ഥലത്തെക്കുറിച്ച് വിവരിക്കാൻ തുടങ്ങി. അന്റാർട്ടിക്കയുടെ ചരിത്രം ഇത് ഒരു രാജ്യത്തിൻ്റേതല്ല, ലോകത്തിൻ്റെ മുഴുവൻ മനുഷ്യർക്കും സ്വന്തമായിട്ടുള്ള ഒരു ഭൂഖണ്ഡമാണ് ഇത്. അന്റാർട്ടിക്ക തിയറി സിസ്റ്റം എന്ന അന്താരാഷ്ട്ര കരാറിൽ കീഴിൽ ഇവിടെ സൈനിക പ്രവർത്തനങ്ങൾക്കും ഖനനത്തിനും കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. ഇവിടെ വരുന്ന ഓരോ യാത്രക്കാരനും പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഒരു ചെറിയ കല്ല് പോലും ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പാടില്ല. ഒരു ചെറിയ മാലിന്യം പോലും ഇവിടെ അവശേഷിപ്പിക്കാനും പാടില്ല. കാരണം ഇത് ഒരു സാധാരണ ടൂറിസ്റ്റ് സ്പോട്ട് അല്ല. ഇത് ഭൂമിയുടെ അവസാന ശുദ്ധമായ ഭാഗങ്ങളിൽ ഒന്നാണ്. സോഡിയാക് ബോട്ടിൽ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇതിനിടയിൽ അകലെ വെള്ളത്തിൻ്റെ മേൽ ഒരു ചലനം. അത് നിസ്സാരമായിരുന്നില്ല. തിമിംഗലങ്ങൾ. വലിയ ശരീരം വെള്ളത്തിനടിയിൽ നിന്ന് ഉയരുന്നു വരുന്നു. ഓരോ നിമിഷവും നമ്മളെ ഒന്ന് കാണിക്കുന്നു. വീണ്ടും അത് ആഴങ്ങളിലേക്ക് മറഞ്ഞു പോകുന്നു. ആ നിമിഷം, ആ സമയം നിർത്തിയതുപോലെ എനിക്ക് തോന്നി, അല്ലെ നിന്നതുപോലെ എനിക്ക് തോന്നുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അത്ഭുതകരമായ ഒരു ബന്ധം. അതാണ് ഞാനിപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. തിമിംഗലങ്ങളുടെ ഒരു കൂട്ടം തന്നെ നമ്മളെ വരവേൽക്കുന്നു. കണ്ടോ? ഞങ്ങളുടെ പരിചയസമ്പന്നനായ ഗൈഡ് അത് നീങ്ങുന്നതനുസരിച്ച് അതിനോടൊപ്പം തന്നെ നീങ്ങാൻ ശ്രമിച്ചു. ഞങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ക്യാമറകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരുന്നു.
ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് കാണുന്നത് എന്നുപോലും എനിക്ക് സ്ഥലകാല ബോധം ഇല്ലാത്തതുപോലെ തിമിംഗലങ്ങളുടെ തൊട്ടടുത്ത്, അതും കൂട്ടത്തോടെയുള്ള ഒരു തിമിംഗല കൂട്ടം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബ്രിഡേൽ ഗുഹയ്ക്കുള്ളിൽ സമുദ്രത്തിന് നടുവിൽ തിമിംഗലങ്ങൾ കൂട്ടത്തോടെ നമ്മുടെ വളരെ അടുത്ത് സ്വതന്ത്രമായി നീങ്ങുന്നു. അവകൾ ആ വലിപ്പവും ആ ശാന്തതയും ഒന്നിച്ച് കാണുമ്പോൾ ആ നിമിഷം, അല്ലെങ്കിൽ ഈ നിമിഷം, വാക്കുകൾക്ക് അതീതമാണ്. എത്രയോ കിലോമീറ്റർ നാടും വീടും ഉപേക്ഷിച്ച് ഇവിടെ എത്തിയത് ഇതൊക്കെ കാണാൻ തന്നെ വേണ്ടിയായിരുന്നില്ലേ? ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. ഈ ഭാഗത്തേക്ക്, അതായത് അന്റാർട്ടിക്കയിലേക്ക് ഞാൻ പുറപ്പെടുമ്പോൾ പോലും ഇതൊന്നും തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ഈ നടക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾക്ക് നടുവിലാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അവസരങ്ങൾ. ബ്രീഡേൽ കേവിൽ ഞാനിപ്പോൾ കണ്ട തിമിംഗലങ്ങളുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അതിനെല്ലാം പിന്നിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ സോഡിയാക് ബോട്ട് മറ്റൊരു ദിശയിലേക്ക്, അതായത് ഈ ബ്രീഡേൽ കേവിൻ്റെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിട്ടു യാത്ര. ഈ മഞ്ഞിൻ്റെ ലോകത്തിലെ മറഞ്ഞിരിക്കുന്ന മറ്റ് അത്ഭുതങ്ങൾ കാണുന്നതിന് വേണ്ടി. ചുറ്റും വലിയ വലിയ ഐസ് ബർഗുകൾ, ഓരോന്നും വ്യത്യസ്തമായ രൂപങ്ങളിൽ, പ്രകൃതിയുടെ ശില്പങ്ങൾ പോലെ. സമുദ്രത്തിൻ്റെ മേൽ ശാന്തമായി ഒഴുകുന്നു നീങ്ങുന്ന ആ കാഴ്ച വാക്കുകൾക്ക് അതീതമാണ്. തണുപ്പ് ആണെങ്കിൽ അതികഠിനം. കാറ്റ് മുഖത്ത് കുത്തിക്കയറുമ്പോൾ ശരീരം മരവിക്കുന്നത് പോലെ. പക്ഷേ ആരും അതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. എല്ലാവരും ഈ സൗന്ദര്യത്തിൽ മുഴുകി ബ്രിഡേൽ കേവിന് ചുറ്റും ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ്. അതിനിടയിൽ ഞങ്ങളുടെ ഗൈഡ് അന്റാർട്ടിക്കയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്നു. ഇത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ താമസിക്കുന്ന ഒരു അമൂല്യമായ ഒരു ഭൂഖണ്ഡമാണെന്ന് അവർ പറഞ്ഞു. കടുത്ത തണുപ്പിനെയും പ്രതിസന്ധികളെയും മറികടന്ന് അവർ ഇവിടെ തുടരുന്നത് പഠനത്തിനും ഗവേഷണത്തിനും വേണ്ടിയാണ്. മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടി പലതും ഇവിടുന്ന് പഠിക്കാനുണ്ടെന്നും ഇവിടുന്ന് ചോർത്തെടുക്കാനുണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ശാസ്ത്രജ്ഞന്മാർ ഇവിടെ നിൽക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമേ ഇവിടെ അല്പമെങ്കിലും സ്ഥിരമായി താമസിക്കാനുള്ള അനുവാദമുള്ളൂ. കാറ്റും മഴയും മഞ്ഞും നിറഞ്ഞ ഈ ഭൂമിയിൽ ജീവിതം അത്ര എളുപ്പമല്ല. എന്നാൽ ഭൂമിയുടെ ഭാവി മനസ്സിലാക്കാൻ അവർ നടത്തുന്ന ഈ പരിശ്രമം അമൂല്യമാണ്. അന്റാർട്ടിക്ക ഇത് വെറും ഒരു യാത്രാ കേന്ദ്രമല്ല, ഇത് പ്രകൃതിയുടെ ഏറ്റവും വലിയ ഒരു പാഠശാല കൂടിയാണ്. അന്റാർട്ടിക്ക, അതെ, അന്റാർട്ടിക്ക ഭൂമിയുടെ ഏറ്റവും തെക്കേ അറ്റത്ത് മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട ഒരു അത്ഭുത ഭൂഖണ്ഡമാണ്. ലോകത്തിലെ ഏറ്റവും തണുത്ത, ഏറ്റവും കാറ്റേറിയ, ഏറ്റവും വരണ്ട മരുഭൂമി. ഇവിടെ ചിലപ്പോൾ താപനില -60 ഡിഗ്രി വരെ താഴ്ന്നേക്കാം. മനുഷ്യർക്കായി ഇത് ഒരു കടുത്ത പരീക്ഷണമാണ്. എന്നാൽ പ്രകൃതിക്ക് ഇത് അതിൻ്റെ സ്വന്തം രാജ്യവും. ഈ ഭൂഖണ്ഡത്തിൻ്റെ ഏകദേശം 98% കട്ടിയുള്ള മഞ്ഞ് പാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ആ മഞ്ഞിൻ്റെ അടിയിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഭൂമിയുടെ ചരിത്രം മറഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ സ്ഥിരമായി താമസിക്കുന്ന മനുഷ്യർ ഇല്ല. പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാർ ഗവേഷണ കേന്ദ്രങ്ങളിൽ താമസിച്ച് കാലാവസ്ഥാ മാറ്റം, ഐസ് ഉരുകൾ, സമുദ്ര ജീവജാലങ്ങൾ ഇവയെക്കുറിച്ചെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അന്റാർട്ടിക് ട്രീറ്റി സിസ്റ്റം എന്ന കരാറിൻ്റെ കീഴിൽ ഈ ഭൂഖണ്ഡം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ സൈനിക പ്രവർത്തനങ്ങളും ഖനനവും പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. പ്രകൃതിയെ സംരക്ഷിക്കുക, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നിയമം. അന്റാർട്ടിക്ക ഇത് വെറും ഒരു സ്ഥലമല്ല, ഇത് ഭൂമിയുടെ ശ്വാസം പോലെ. നമ്മുടെ ഗ്രഹത്തിൻ്റെ ഭാവിയെ സ്വാധീനിക്കുന്ന ഒരു അത്യന്തം പ്രധാന ഭാഗമാണ് ഇത്. ബ്രിഡേൽ കേവിൽ ഞാൻ ചിലവഴിച്ച ഈ സമയങ്ങൾ പിന്നിലാക്കിക്കൊണ്ട്, അതായത് ഈ മഞ്ഞുപാളികൾക്കിടയിൽ ചിലവഴിച്ച നിമിഷങ്ങൾ ഇപ്പോൾ ഞാൻ പതുക്കെ പിന്നിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ സോഡിയാക് ബോട്ട് വീണ്ടും തുറന്ന സമുദ്രത്തിലേക്ക് തിരിയുന്നു. ഈ ഗുഹ അകലെയാക്കിക്കൊണ്ട് ചെറുതായി മാറുമ്പോൾ മനസ്സിൽ അതിൻ്റെ ഭംഗി ഇനിയും വലുതായി വരുന്നു. കാറ്റ് ഇപ്പോഴും കഠിനം, തണുപ്പ് അതേപോലെ തന്നെ. എന്നാൽ ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നേയില്ല. കാരണം കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന വളരെയേറെ ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞു. തിമിംഗലങ്ങൾ, ഐസ്ബർഗുകൾ, ഈ നിശബ്ദമായ വെളുത്ത ലോകം, എല്ലാം കൂടി ഒരു സ്വപ്നം പോലെയായിരുന്നു ആ യാത്രയും എല്ലാം. ഇവിടെ നിന്നും പുറപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത് പ്രകൃതി എത്ര ശാന്തവും എത്ര സുന്ദരവും ആണ് എന്ന്. അതിനു മുൻപിൽ എല്ലാം എത്ര ചെറുത്. അന്റാർട്ടിക്ക ഇതൊരു യാത്രയുടെ അവസാനമല്ല, ഇത് ഒരു പുതിയ തിരിച്ചറിവിൻ്റെ തുടക്കമാണ്. പ്രകൃതിയെ കൂടുതൽ ബഹുമാനിക്കാനുള്ള, അതിനെ സംരക്ഷിക്കാനുള്ള ഒരു വാഗ്ദാനം.